എപ്പോഴാണ് ശരിക്കും നിങ്ങളൊരു വ്യക്തിയെ മിസ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പരാജയപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളൊരു വ്യക്തിയെ ശരിക്കും മിസ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ആ ഒരു പരാജയത്തിലൂടെ നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്? നമസ്കാരം, ഞാൻ വിദ്യ നായർ. അപ്പോയിൻമെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലുണ്ട്. അപ്പം നമ്മൾ പരാജയപ്പെടുന്നതിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ് അല്ലേ? എന്താണ് ആ പരാജയപ്പെടൽ? നമുക്ക് മറ്റൊരു വ്യക്തിയെ ഈ വ്യക്തിക്ക് പകരം റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നിൽക്കുന്നത്. ചില വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ വ്യക്തിയെ എനിക്കിനി ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അത്ര കണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ സ്നേഹിക്കാൻ തുടങ്ങും. അത്ര കണ്ട് അവർക്കൊപ്പം നമ്മൾ ആത്മാർത്ഥമായി തന്നെ ജീവിക്കും. ഒരുപാട് മികച്ച മെമ്മറീസ് ഉണ്ടായിരിക്കും. കാലം എത്ര കഴിഞ്ഞാലും ചില മെമ്മറീസ് ഒക്കെ അതുപോലെ തന്നെ അങ്ങനെ തങ്ങി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നമ്മൾ ഓർക്കാതിരിക്കുകയുമില്ല. നമുക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഇത്തരം ഓർമ്മകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ താൽക്കാലികമായ ചില സന്തോഷം കിട്ടുമ്പോൾ അതാണ് വേണ്ടത് എന്നുള്ള കരുതലിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വ്യക്തിക്ക് കൊടുക്കുന്ന പരിഗണന കുറയ്ക്കാൻ തുടങ്ങും. ഈ വ്യക്തി ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഈ സന്തോഷമാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്കൊപ്പം ഇരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു എൻജോയ്മെന്റിലേക്ക് പോകണം എന്നൊക്കെയുള്ള തരത്തിൽ നമ്മൾ അങ്ങോട്ട് വാശി പിടിക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ വ്യക്തിയെ റീപ്ലേസ് ചെയ്യാനും നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അവരൊരുപാട് എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ, തങ്ങി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട്. എന്നിട്ട് നമ്മളായിട്ട് തന്നെ അടർത്തി അങ്ങ് മാറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു നല്ല സമയം എന്ന് പറയുമല്ലോ, ആ ഒരു നല്ല സമയം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസിലെല്ലാം ഒരുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന പെർമനൻ്റ് ആയ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങും. ആ സമയത്ത് ഒരുപക്ഷെ നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന ദൂരത്തായിരിക്കണം അവർ എന്നൊരു നിർബന്ധവുമില്ല. ഒരുപാട് അകലെ മാറിപ്പോയിട്ടുണ്ടാകും. ആ സമയത്തായിരിക്കും നമ്മൾ അവരെ മിസ് ചെയ്യുന്നത്. അതായത് ഡോണ്ട് ലൂസ് എ ഗുഡ് പേഴ്സൺ ഓവർ എ ഗുഡ് ടൈം എന്ന് പറയും. നല്ല സമയവും ചീത്ത സമയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ വ്യക്തികളെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം കരുതൽ തരുന്ന, അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളെ കണ്ടില്ല എന്ന് വെക്കാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. ആ ഒറ്റപ്പെടൽ വേണ്ട എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു വ്യക്തിയെ മിസ് ചെയ്യുന്നത് എന്നതിൻ്റെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ വ്യക്തിയും കുറച്ചുകൂടി മനോഹരമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങും. നമുക്ക് ശ്രമിക്കാനും പറ്റും, നമ്മളതിൽ ജയിക്കുകയും ചെയ്യും കേട്ടോ. ആ ഒരു തിരിച്ചറിവ് വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നന്ദി.